DMK-ക്കെതിരെ മാത്രമല്ല BJP-ക്കെതിരെയും രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് വിജയുടെ യാത്ര മുന്നോട്ട് പോകുന്നത്. വോട്ടുകൊള്ള വിഷയം ഉയർത്തി BJP-യെ വിമർശിക്കുന്നു തമിഴക വെற்றிക്കഴകം അധ്യക്ഷൻ വിജയ്. ബീഹാറിൽ 65 ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കി. വീട്ടു നമ്പർ വെച്ചാണ് കൊള്ള നടത്തുന്നത്. BJP-ക്ക് 2029 അധികാരം നഷ്ടമാകുമെന്നും വിജയ് പറയുന്നു. DMK തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിച്ചില്ല എന്നും വിജയ് ആവർത്തിക്കുന്നുണ്ട്. പെരുമ്പല്ലൂരിലെ റാലിയിലായിരുന്നു വിമർശനം. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേരുകയാണ് ചെന്നൈയിൽ നിന്ന്. റഹീസ്, എന്താണ് BJP-ക്കെതിരായ വിജയുടെ വിമർശനം? അതിൻ്റെ ഉള്ളടക്കം എങ്ങനെ റഹീസ്? തിരുച്ചിറപ്പള്ളിയിൽ DMK-ക്കെതിരെയാണെങ്കിൽ പെരമ്പലൂരിലെത്തിയപ്പോൾ അത് BJP-ക്കെതിരെയുള്ള വിമർശനമാണ് വിജയ് ആദ്യം ഉന്നയിക്കുന്നത്. തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ഈ പെരമ്പലൂരിലെ പരിപാടി സത്യത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഷെഡ്യൂൾ ചെയ്തിരുന്നതാണ്. പക്ഷേ വിജയ് അവിടെ എത്തി സംസാരിച്ച് മടങ്ങിയിട്ട് 10 മിനിറ്റേ ആകുന്നുള്ളൂ. അതായത് 1 മണിക്ക് എത്തേണ്ടയിടത്ത് 8 മണിക്കൂർ വൈകിയാണ് വിജയ് എത്തുന്നത്. അതിന് പ്രധാന കാരണം ഈ വഴിയരികിൽ തിങ്ങിക്കൂടി നിൽക്കുന്ന ജനമാണ്. അവരങ്ങനെ വിജയെ കാണാൻ വേണ്ടി എത്തുന്നവർക്കൊക്കെയും വാഹനം പതിയെ പോയി എല്ലാവരെയും അഭിവാദ്യം ചെയ്താണ് വിജയ് പോകുന്നത്. ഇനി ഒരിടത്തുകൂടി വിജയ്ക്ക് പരിപാടിക്ക് പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. ആദ്യ ദിനം 3 സ്ഥലങ്ങളാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അതിൽ 3ാമത്തെ സ്ഥലത്തേക്ക് എത്താനും കഴിഞ്ഞിട്ടില്ല. പെരമ്പൂരിൽ പ്രധാനമായിട്ടും വിജയ് പറഞ്ഞത് ഈ BJP ബീഹാറിൽ SIR കൊണ്ട് 65 ലക്ഷം വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കി. 65 ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ കാണാനില്ല. ഒപ്പം തന്നെ വോട്ട് കൊള്ളയെ ഉയർത്തിക്കൊണ്ടും വിജയ് ഇവിടെ ഒരു പ്രചാരണം നടത്തി. അതിൽ പ്രധാനമായിട്ടും വീട്ടു നമ്പർ 0 വെച്ചുകൊണ്ട് വോട്ട് കൊള്ള നടത്തുകയാണ് BJP എന്ന് അദ്ദേഹം പറഞ്ഞു. വീട്ടു നമ്പർ 0 വെച്ചുകൊണ്ട് പലരെയും വോട്ടർ പട്ടികയിൽ ആഡ് ചെയ്ത് അവരിൽ നിന്ന് വോട്ട് വാങ്ങുന്നു എന്നുള്ള വിമർശനം വിജയ് ഉയർത്തി. മാത്രമല്ല അദ്ദേഹം ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള BJP-യുടെ ഒരു മുന്നോട്ട് വെക്കുന്ന ഐഡിയ അദ്ദേഹം തള്ളുകയാണ്. അതിനെതിരെ അദ്ദേഹം രംഗത്തെത്തി. മാത്രമല്ല അദ്ദേഹം പ്രധാനമായും പറഞ്ഞ മറ്റൊരു കാര്യം ഈ ഡീലിമിറ്റേഷൻ, അത് നേരത്തെ DMK അടക്കം ഉയർത്തിയ ഒരു വിഷയമാണ്. പ്രധാനമായിട്ടും ഈ ഡീലിമിറ്റേഷൻ വരുമ്പോൾ തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് നഷ്ടപ്പെടുന്ന സീറ്റുകൾ, ലോക്സഭാ സീറ്റുകളുടെ എണ്ണം അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് DMK-ക്കെതിരെ നടത്തിയ വിമർശനം അവരുടെ ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളൊന്നും നടപ്പിലാക്കിയില്ല എന്ന് പറയുമ്പോൾ ഇവിടെയെല്ലാം നമ്മൾ എടുത്തു പറയേണ്ടത് വിജയ്ക്ക് വേണ്ടി തിങ്ങി നിറയുന്ന ആളുകളാണ്. അതൊരു ആരാധക കൂട്ടമല്ല, മറിച്ച് വിജയ്ക്ക് ഒരു പാർട്ടിക്ക് ഗ്രൗണ്ട് ലെവലിലേക്ക് ഇറങ്ങി ചെല്ലാൻ ആദ്യ ദിവസത്തെ റാലി കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് എത്ര കണ്ട് ഇനി തുടർന്നു പോകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. TK. ശരി, മുഹമ്മദ് റഹീസ് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഓരോ ഇടങ്ങളിലും വലിയ ആൾക്കൂട്ടം ഈ വിജയുടെ പരിപാടിയിൽ കാണാൻ കഴിയുന്നുണ്ട്. അതൊക്കെ വോട്ടായി മാറുമോ, TVKക്കുള്ള പിന്തുണയായി മാറുമോ എന്നുള്ളതൊക്കെയാണ് ഏറ്റവും രാഷ്ട്രീയ ആകാംക്ഷയുള്ള ചോദ്യമായി നിൽക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.